കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആക്സിയൽ ലോഡഡ് മെമ്പേഴ്സ് ഒരു ബാർ അല്ലെങ്കിൽ ഒരു ബീം അങ്ങനെ എന്തെങ്കിലും ഒരു ബാർ അല്ലെങ്കിൽ സർക്കുലർ റോഡ് അതിൽ ആക്സിയൽ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീഫോർമേഷൻസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഓക്കെ, അത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആണെങ്കിൽ, അതായത് സപ്പോസ് രണ്ട് എൻഡും ഫിക്സ്ഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ വി വിൽ derive some equations based on the given conditions. അതിനെയാണ് കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റിൽ വരുന്ന വേറൊരു ടൈപ്പ് പ്രോബ്ലം ആണ് കോമ്പോസിറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ബാർ. ഓക്കെ, ആക്സിയൽ ലോഡഡ് തന്നെ ആക്സിയൽ ലോഡഡ് ആയിരിക്കും, ബട്ട് കോമ്പോസിറ്റ് ബാർ ആയിരിക്കും. Okay, so first we will discuss what you mean by a composite or compound bar. Okay, then after that we will solve one problem related to this particular area. Okay, അതാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട്. ദെൻ ദ സെക്കൻഡ് പാർട്ട്, ഇതിൽ രണ്ടാമത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തെർമൽ സ്ട്രെസ്സസും തെർമൽ സ്ട്രെയിനുമാണ്. അതായത് പ്രോബ്ലംസ് ഇൻവോൾവിങ് ടെമ്പറേച്ചർ ചേഞ്ചസ്. ഒരു റിജിഡ് ബാർ അല്ലെങ്കിൽ റിജിഡ് നോട്ട് റിജിഡ്, ഇഫ് ഇൻ ദ കേസ് ഓഫ് എനി ബാർ വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു സം temperature changes, if the temperature is increased or the temperature is decreased, how to calculate the corresponding strain and stress. അതാണ് സെക്കൻഡ് പാർട്ട് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് കോമ്പോസിറ്റ് ഓർ കോമ്പൗണ്ട് ബാർ എന്താന്ന് നോക്കാം. സിമ്പിളാണ്. കോമ്പോസിറ്റ് ബാർ അല്ലെങ്കിൽ കോമ്പൗണ്ട് ബാർ പേര് കേട്ടാൽ തന്നെ അറിയാം. ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ മെറ്റീരിയൽ വി വിൽ ഗോ ഫോർ മോർ ദാൻ വൺ മെറ്റീരിയൽ. അങ്ങനെ ഒരു സിംഗിൾ മെറ്റീരിയലിന് പകരം ഒന്നോ അതിൽ കൂടുതലോ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഒരു 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 മെമ്പർ അല്ലെങ്കിൽ ഒരു ബീം ഉണ്ടാക്കുകയാണെങ്കിൽ ബാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് കോമ്പോസിറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഉള്ളൊരു എക്സാമ്പിൾ നിങ്ങൾ കോൺക്രീറ്റ് കോളംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റിൻ്റെ കൂടെ നമ്മൾ സ്റ്റീൽ റോഡ്സ് ആഡ് ചെയ്യും. ഓക്കെ, സോ അത് ഒരു കോമ്പോസിറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ബാർ ആണ്. സോ ബാർസ് മെയ്ഡ് അപ്പ് ഓഫ്, നിങ്ങളിവിടെ വായിച്ചു നോക്കിയാൽ മതി, ബാർസ് മെയ്ഡ് അപ്പ് ഓഫ് two or more materials are called composite or compound material. They may have same length or different length as shown in figure. അപ്പോൾ പല ടൈപ്പ് ഉണ്ട്, ബട്ട് the condition is that there should be more than one material. അപ്പോൾ അതിൻ്റെ ലെങ്ത് ഒക്കെ ചിലപ്പോൾ സെയിം ആയിരിക്കും, ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും, അങ്ങനെ പല കേസസ് വരും. The ends of different materials of the bar are held together under loaded conditions. അപ്പോൾ ഈ കോമ്പോസിൻ്റെ രണ്ട് എൻഡും എപ്പോഴും ഒരുമിച്ച് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഈ രണ്ട് മെറ്റീരിയൽ വണ്ണിനും മെറ്റീരിയൽ ടൂവിനും എപ്പോഴും ഒരു സിംഗിൾ യൂണിറ്റ് പോലെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെയാണ് ഇവിടെ എൻഡിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റിജിഡ് സപ്പോർട്ട് ആയിരിക്കും അല്ലെങ്കിൽ ടൈറ്റ്ലി ഫാസ്റ്റ് ആൻഡ് സപ്പോർട്ട് ആയിരിക്കും. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഈ രണ്ട് മെറ്റീരിയൽ വണ്ണിനും മെറ്റീരിയൽ ടൂവിനും സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഒരു സിംഗിൾ യൂണിറ്റ് മാതിരി ആയിരിക്കും ഇത് കോമ്പോസിറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ബാർ ബിഹേവ് ചെയ്യാം. അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. സോ ഇപ്പം സപ്പോസ് ഇവിടെ ഒരു ലോഡ് കൊടുത്തിട്ടുണ്ട്, പി എന്നുള്ള ലോഡ്. ഇപ്പം ലോഡുള്ള കേസ് ആണെങ്കിൽ ഈ ടോട്ടൽ ലോഡ് എന്ത് ചെയ്യും? ഈ മെറ്റീരിയൽ വണ്ണും മെറ്റീരിയൽ ടൂവും ഷെയർ ചെയ്യും. സോ വി ക്യാൻ റൈറ്റ് സപ്പോസ് P1 ഈസ് ദ ലോഡ് ക്യാരിഡ് ബൈ മെറ്റീരിയൽ വൺ ആൻഡ് P2 ഈസ് ദ ലോഡ് ക്യാരിഡ് ബൈ മെറ്റീരിയൽ ടു. അപ്പം ഇതാണ് കോമ്പോസിറ്റ് ബാറിൻ്റെ അല്ലെങ്കിൽ കോമ്പൗണ്ട് ബാറിൻ്റെ ഒരു കണ്ടീഷൻ. ടോട്ടൽ ലോഡ് നമ്മളൊരു എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സ്റ്റേണൽ ലോഡ് രണ്ട് മെറ്റീരിയലും കൂടി ഷെയർ ചെയ്യും. ടോട്ടൽ ലോഡിൻ്റെ കുറച്ച് പാർട്ട് മെറ്റീരിയൽ വണ്ണ് ക്യാരി ചെയ്യും, അതേമാതിരി കുറച്ച് പാർട്ട് റിമൈനിങ് പാർട്ട് മെറ്റീരിയൽ ടു ക്യാരി ചെയ്യും. സോ ദ ടോട്ടൽ ലോഡ് P ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, ഓർമ്മിച്ച് വെക്കുക. പ്രോബ്ലം ചെയ്യുമ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഇതാണ്. ദെൻ ഞാൻ പറഞ്ഞു, ഈ എപ്പോഴും കോമ്പോസിറ്റ് ബാർ റിജിഡ് ആൻഡ് ടൈറ്റ്ലി ഫിക്സ്ഡ് ആണ് അല്ലെങ്കിൽ റിജിഡ്ലി ഫിക്സ്ഡ് ആണ്. അതിൻ്റെ രണ്ട് സപ്പോർട്ട് എപ്പോഴും റിജിഡ് സപ്പോർട്ട് ആയിരിക്കും. സോ ഇത് ടോട്ടൽ ഒരു സിംഗിൾ യൂണിറ്റ് മാതിരിയാണ് ബിഹേവ് ചെയ്യുക. സോ ദ ഡീഫോർമേഷൻ എപ്പോഴും ഇതിനിപ്പോൾ ഒരു എന്തെങ്കിലും ഈ ലോഡിനെ കൊണ്ട് ഇതിന് ഡീഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഡീഫോർമേഷൻ produced in material 1 or deformation of material 1 will be equal to deformation of material 2 ആയിരിക്കും in the case of a composite beam or composite bar.
ഓക്കെ, ഈ രണ്ട് കണ്ടീഷനും ഓർമ്മിച്ച് വെക്കുക. ഈ രണ്ടും സെയിം ഡിഫോർമേഷൻ വരാൻ കാരണം രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും രണ്ടും ഒരു കമ്പൈൻ സിംഗിൾ യൂണിറ്റ് മാതിരിയാണ് ബിഹേവ് ചെയ്യുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ രണ്ട് എപ്പോഴും കോമ്പോസിറ്റ് ബാറിൻ്റെ രണ്ട് എൻഡും ടൈറ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഈ മെറ്റീരിയൽ വണ്ണിന് ഉണ്ടാവുന്ന ഡിഫോർമേഷനും ഇപ്പം ഇത് ഡിഫോം ചെയ്യുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഡിഫോം ചെയ്യുകയാണെങ്കിൽ രണ്ടും ഒരേ എമൗണ്ട് ആയിരിക്കും ഫൈനൽ പൊസിഷനിൽ ഉണ്ടാവുക. സോ ദ ഡിഫോർമേഷൻ ഓഫ് മെറ്റീരിയൽ വൺ വിൽ ബി ഈക്വൽ ടു ഡിഫോർമേഷൻ ഓഫ് മെറ്റീരിയൽ ടു. ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ. ഈ രണ്ട് കണ്ടീഷനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ഇതിൽ കൂടുതൽ ഡീപ്പായിട്ടൊന്നും പറയാനില്ല, ജസ്റ്റ് ഈ കണ്ടീഷൻ മാത്രം ഓർമ്മിച്ചാൽ മതി. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, ഒരു കോൺക്രീറ്റ് പോസ്റ്റിൻ്റെ പ്രോബ്ലം ചെയ്യാം. The concrete post in figure A is reinforced axially with 4 symmetrically placed steel bar. So കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 4 കോൺക്രീറ്റ് പോസ്റ്റിൻ്റെ ഉള്ളിൽ 4 സ്റ്റീൽ ബാർ വെച്ചിട്ടുണ്ട്. ഈച്ച് ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ 900 mm². അതിൽ ഓരോ സ്റ്റീൽ ബാറിൻ്റെയും ക്രോസ് സെക്ഷണൽ ഏരിയ 900 mm² ആണ്. Compute the stress in each material when the 1000 kN axial load is applied. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 1000 kN ആക്സിയൽ ലോഡ് ഈ കോൺക്രീറ്റ് പോസ്റ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു, യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ കോൺക്രീറ്റ് ആൻഡ് ഓൾസോ ദ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ സ്റ്റീൽ. ഈ സ്റ്റീലിൻ്റെ മുകളിലും കോൺക്രീറ്റിൻ്റെ മുകളിലും ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്തായിരിക്കും എന്നുള്ളതാണ് കാണാൻ പറഞ്ഞത്. The modulus or moduli of elasticity are 200 gigapascal for steel and 14 gigapascal for concrete. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ഇപ്പം ഒരു ഇതിൻ്റെ ക്രോസ് സെക്ഷൻ കാണിക്കുകയാണെങ്കിൽ ഒരു കോൺക്രീറ്റ് പോസ്റ്റ് ഉണ്ട്, അതിൽ ഈ സിമെട്രിക് ആയിട്ട് സ്റ്റീൽ റോഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റീൽ റോഡിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു 900 kN, രണ്ട് എൻഡും റിജിഡ്ലി ഫാസ്റ്റൻഡ് ആണ്, അതിൽ ഒരു 1000 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മെറ്റീരിയലിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്, അതായത് സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ കോൺക്രീറ്റ് ആൻഡ് സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ സ്റ്റീൽ, അതാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം ഇതിൻ്റെ ഒരു കട്ട് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനെയാണ്. ക്രോസ് സെക്ഷൻ്റെ ഷേപ്പ് കാണിച്ചിട്ട് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഈ ഡയമെൻഷൻ 300 mm ആണ്, ഇതും 300 mm. സോ സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണ്, അതിൽ സിമെട്രിക് ആയിട്ട് 4 സ്റ്റീൽ ബാർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോബ്ലം. സോ ഇറ്റ്സ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് കോമ്പോസിറ്റ് ബാർ അല്ലേ. അതിൽ രണ്ട് മെറ്റീരിയൽ ഉണ്ട്, സോ യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ കോമ്പോസിറ്റ് ബാർ അല്ലെങ്കിൽ കോമ്പോസിറ്റ് പോസ്റ്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഓൾറെഡി നമ്മൾ രണ്ട് കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞു. സോ നമുക്ക് ഡയറക്റ്റ്ലി പ്രോബ്ലത്തിലേക്ക് പോകാം. ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം ഒന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ ഈ ടോട്ടൽ ഞാൻ പറഞ്ഞു കോമ്പോസിറ്റ് ബാർ ആണെങ്കിൽ ടോട്ടൽ ലോഡ് ഇപ്പോൾ രണ്ട് മെറ്റീരിയൽ ആണെങ്കിൽ മെറ്റീരിയൽ വണ്ണും മെറ്റീരിയൽ ടൂവും കൂടി ഷെയർ ചെയ്യും. സോ നമുക്ക് എന്ത് എഴുതാം, ദ ലോഡ് ആക്ടിങ് ഓൺ സ്റ്റീൽ പ്ലസ് ലോഡ് ആക്ടിങ് ഓൺ കോൺക്രീറ്റ്. അപ്പോൾ ഇത് സിഗ്മ എഫ് ഐ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കാം, ദെൻ കോമ്പാറ്റിബിലിറ്റി കണ്ടീഷനും എടുക്കാം. സോ ഫസ്റ്റ് ടൈം കൺസിഡറിങ് ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പം രണ്ട് മെറ്റീരിയൽ ആണുള്ളത്. സോ സ്റ്റീലിൻ്റെ മുകളിൽ ലോഡ് വരും, അതേമാതിരി കോൺക്രീറ്റിൻ്റെ മുകളിലും ലോഡ് വരും. സോ പി സ്റ്റീൽ പ്ലസ് പി കോൺക്രീറ്റ് മൈനസ് 1000 ഈസ് ഈക്വൽ ടു 0, ഓർ സിംപ്ലി വി ക്യാൻ റൈറ്റ് പി സ്റ്റീൽ പ്ലസ് പി കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു 1000 kN. ഇക്വിലിബ്രിയം കണ്ടീഷനും ഡയറക്റ്റ്ലി നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, 1000 kN. ടോട്ടൽ ലോഡ് 1000 ആണ്, അതിൻ്റെ ഒരു പാർട്ട് സ്റ്റീൽ ക്യാരി ചെയ്യും, മറ്റേ പാർട്ട് കോൺക്രീറ്റും ഷെയർ ചെയ്യും. സോ പി സ്റ്റീൽ പ്ലസ് പി കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു 1000 kN. സോ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ ഈ ലോഡിനെ സ്ട്രെസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. വി നോ ദാറ്റ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ ആണ്. സോ വി ക്യാൻ റൈറ്റ് ലോഡ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ. ലോഡിനെ സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് എഴുതാൻ പറ്റും. സോ പി സ്റ്റീൽ ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ സ്റ്റീൽ ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ. നമ്മളോട് സിഗ്മയാണ് സ്ട്രെസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ ഡയറക്റ്റ്ലി ഞാൻ ഇപ്പം തന്നെ സ്ട്രെസ്സിൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്തു. നിങ്ങളിപ്പം ചെയ്തില്ല, ലാസ്റ്റ് കൺവേർട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സോ ഞാനിപ്പം തന്നെ എല്ലാം സ്ട്രെസ്സിൻ്റെ ടേംസിലേക്ക് ആക്കി. സോ സിഗ്മ സ്റ്റീൽ ഇൻറ്റു ഏരിയ സ്റ്റീൽ പ്ലസ് ലോഡ് ആക്ടിങ് ഓൺ കോപ്പർ concrete can be written as sigma concrete into area of concrete. That will be equal to
1000 kilonewton or 1 into 10 raised to 6, whatever it is. So sigma steel A steel plus sigma copper A0 A copper sigma concrete A concrete is equal to 1000 kilonewton or 1000 into 10 raised to 3 Newton or 1 into 10 raised to 6. ഇതിനെ 1 into 10 raised to 6 എന്നുള്ള ഫോർമാറ്റിൽ എഴുതിയെന്നുള്ളൂ. Put it as equation 1. സോ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആയി. എപ്പോഴും കോമ്പോസിറ്റ് ബാർ ഓർമ്മിക്കുക, എക്സ്റ്റേണൽ ലോഡ് ഉണ്ടെങ്കിൽ ആ എക്സ്റ്റേണൽ ലോഡിനെ മെറ്റീരിയൽസ് ഷെയർ ചെയ്യും. ഓക്കെ, ആ എക്സ്റ്റേണൽ ലോഡിൻ്റെ കുറച്ച് പാർട്ട് മെറ്റീരിയൽ 1ലേക്കും റിമൈനിങ് പാർട്ട് മെറ്റീരിയൽ 2 ആയിരിക്കും ക്യാരി ചെയ്യുക. സോ ഫസ്റ്റ് കണ്ടീഷൻ. നൗ നമുക്കറിയാം ഇത് ഒരു കോമ്പോസിറ്റ് ബാർ ആണ്, രണ്ട് എൻഡും റിജിഡ്ലി ഫിക്സ്ഡ് ആണ്, റിജിഡ്ലി സപ്പോർട്ടഡ് ആണ്. സോ ഇതിനുണ്ടാവുന്ന ഡീഫോർമേഷൻ, എപ്പോഴും ഇതിനുണ്ടാവുന്ന ഡീഫോർമേഷൻ രണ്ട് മെറ്റീരിയലിനും ഒരേ എമൗണ്ട് ആയിരിക്കും ഡീഫോം ചെയ്യുക. സോ ഇനീഷ്യൽ പൊസിഷൻ ഇതാണെങ്കിൽ അതിനുണ്ടാവുന്ന ഡീഫോർമേഷൻ ഫൈനലി രണ്ട് മെറ്റീരിയലും ഇത്രയും ഒരു എമൗണ്ട് ആയിരിക്കും ഡീഫോം ചെയ്യുക. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് സിൻസ് ദ പ്രോബ്ലം ഈസ് ഇൻഡിറ്റർമിനേറ്റ്, രണ്ട് എൻഡും ഫിക്സ്ഡ് ആണ്, നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ രണ്ട് അൺനോൺ ഉണ്ട്. സോ നമുക്ക് അഡീഷണൽ ഇക്വേഷൻ വേണം. ഇതൊക്കെ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ. സോ നമുക്ക് കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ കണ്ടുപിടിക്കണം. സോ കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ മീൻസ് അതിനുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിനെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഇക്വേഷനെയാണ് കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഇതൊരു കോമ്പോസിറ്റ് ബാർ ആണ്, രണ്ടും എപ്പോഴും ഒരു സിംഗിൾ യൂണിറ്റ് മാതിരിയാണ് ബിഹേവ് ചെയ്യുക. സോ the change in length of steel rod and the concrete must be equal. That means steel ഉണ്ടാവുന്ന deformation will be equal to the deformation of concrete. രണ്ടും സെയിം ആയിരിക്കും. ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ. ഇപ്പം നമ്മളെ കേസിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ, ഈ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്തും സെയിം ആണ്. സ്റ്റീലിൻ്റെ ആയാലും കോൺക്രീറ്റിൻ്റെ ആയാലും രണ്ടും സെയിം ലെങ്ത് ആണ്. ഈ ലെങ്ത് കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത്തും സെയിം ആയതുകൊണ്ട് ഇതിനെ സ്ട്രെയിൻ്റെ ടേംസിലേക്ക് രണ്ടിനെയും ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇക്വേഷനെ ഞാൻ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തു, റൈറ്റ് സൈഡിലേയും ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇക്വേഷൻ ഈ കണ്ടീഷൻ അപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യും, രണ്ടും ക്യാൻസൽ ചെയ്ത് പോയാൽ സെയിം കണ്ടീഷൻ ആയിരിക്കും. സോ സിൻസ് ദ ലെങ്ത് ഈസ് സെയിം വി ക്യാൻ റൈറ്റ് ഡെൽറ്റ സ്റ്റീൽ ബൈ ഇറ്റ്സ് ലെങ്ത് ഈസ് ഈക്വൽ ടു ഡെൽറ്റ കോൺക്രീറ്റ് ബൈ ഇറ്റ്സ് ലെങ്ത്. രണ്ട് ലെങ്ത്തും സെയിം ആണ്. സോ എൽ എന്ന് കൊടുത്തു. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്തിനെ നമുക്ക് സ്ട്രെയിൻ ഓഫ് സ്റ്റീൽ എന്ന് വിളിക്കാം, എപ്സിലോൺ സ്റ്റീൽ. ആൻഡ് ദിസ് എപ്സിലോൺ കോൺക്രീറ്റ് by L is can be denoted as strain of concrete. So since the length is same, we can write the strain in steel is equal to strain in concrete. ഓക്കെ, ഇത് ലെങ്ത് സെയിം ആയതുകൊണ്ടാണ്. ലെങ്ത് ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ സ്ട്രെയിൻ സെയിം ആവണമെന്നില്ല, ലെങ്ത്തിനനുസരിച്ച് മാറും. ബട്ട് ഈ കണ്ടീഷൻ എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഫോർ എ കോമ്പോസിറ്റ് ബാർ ഓർ കോമ്പോസിറ്റ് റോഡ്, deformation of one member will be always equal to deformation of the second member. So since അതാണ് ഇവിടെ പറയുന്നത്, because the length of steel and concrete are identical, the compatibility equation written in terms of strain is strain epsilon steel is equal to epsilon concrete. Put it as equation 2. ഇനി നമുക്കറിയാം, നമുക്ക് ഒന്ന് സ്ട്രെസ്സിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ സ്ട്രെസ്സിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ 1 ഈസ് ഇൻ ടേംസ് ഓഫ് സ്ട്രെസ് ആണ്, ഇക്വേഷൻ 2 ഇൻ ടേംസ് ഓഫ് സ്ട്രെയിൻ ആണ്. സോ ഇതിനെയും നമുക്ക് സ്ട്രെസ്സിൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് രണ്ട് ഇക്വേഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്ട്രെസ് കണ്ടുപിടിക്കണം. അതാണ് നമ്മളെ ഫൈനൽ ടാസ്ക്. സോ സ്ട്രെയിൻ കിട്ടിയാൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം ഫ്രം ഹൂക്സ് ലോ ദ നോർമൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു നോർമൽ സ്ട്രെയിൻ ആണ്. സോ strain is equal to, we can write strain is equal to sigma by E. ഇതാണ് സ്ട്രെയിൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് സ്ട്രെസ്. സോ എപ്സിലോൺ സ്റ്റീലിൻ്റെ സ്ട്രെയിൻ നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ സ്റ്റീൽ, ഇവിടെ സിഗ്മ സ്റ്റീൽ ബൈ കറസ്പോണ്ടിങ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ എടുത്താൽ സ്ട്രെയിൻ ഓഫ് സ്റ്റീൽ കിട്ടി. സിമിലർലി സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ദ സെയിം ഇക്വേഷൻ, ഈ ഇക്വേഷനെ നമ്മൾ സ്ട്രെസ്സിൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്തു. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ 3. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് സിഗ്മ സ്റ്റീൽ ഈസ് ഈക്വൽ, രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യാനുള്ളൂ. സോ ഫ്രം സിഗ്മ സ്റ്റീൽ ഈസ് ഈക്വൽ ടു ഇ സ്റ്റീൽ ബൈ ഇ കോൺക്രീറ്റ് ഇൻറ്റു സിഗ്മ കോൺക്രീറ്റിന് എഴുതാം. സോ ജസ്റ്റ്
ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ സ്റ്റീലിന് ഒരു എക്സ്പ്രഷൻ കിട്ടും. നമുക്ക് ഇനി ഈ സ്റ്റീൽ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 200 ജിഗാ പാസ്കൽ ആൻഡ് ഈ കോൺക്രീറ്റ് ഈസ് 14 ജിഗാ പാസ്കൽ. സോ 200 ഇൻറ്റു 10⁻⁹ ഡിവൈഡ് ബൈ 14 ഇൻറ്റു 10⁻⁹ 10⁻⁹ ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. സോ റിമൈനിങ് ടേം ഈസ് 200/14 സിഗ്മ CO. സോ നമുക്കൊരു കണക്ഷൻ കിട്ടി. സിഗ്മ സ്റ്റീൽ ഈസ് ഈക്വൽ ടു ദിസ് മച്ച് സിഗ്മ കോൺക്രീറ്റ് ആണ്. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ 4. ഓക്കെ, സോ ഇക്വേഷൻ 4ഉം ഉണ്ട്, ഇക്വേഷൻ 1ഉം ഉണ്ട് നമ്മളെ കയ്യിൽ. സോ ഇനി എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ 4ലെ ഈ ഇക്വേഷൻ 4ഉം 1ഉം കൂടി സോൾവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇക്വേഷൻ 4 കിട്ടിയത് ഇതാണ്, ഇക്വേഷൻ 1 ഇതാണ്. ഇതിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, സിഗ്മ സ്റ്റീൽ വരുന്നിടത്ത് ഈ സിഗ്മ സ്റ്റീലിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇക്വേഷൻ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ സ്റ്റീൽ ഈസ് ഈക്വൽ ടു 14.286 സിഗ്മ CO ആണ്. സോ 14.286 സിഗ്മ CO എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. സോ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ കോൺക്രീറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. സിഗ്മ കോൺക്രീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സിഗ്മ സ്റ്റീലും കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് ബിഫോർ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ ഏരിയ ഓഫ് സ്റ്റീൽ ആൻഡ് വാട്ട് ഇസ് ദ ഏരിയ ഓഫ് കോൺക്രീറ്റ്. അതും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഏരിയ ഓഫ് സ്റ്റീൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് വൺ പെർട്ടിക്കുലർ സിംഗിൾ സ്റ്റീൽ റോഡ് ഈസ് 900 mm² എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാം. സോ ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീൽ കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ ഓഫ് കോൺക്രീറ്റും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആ ഏരിയയും കൂടി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. സോ ഏരിയ സ്റ്റീൽ ഈസ് ഈക്വൽ ടു സിംഗിൾ സ്റ്റീലിൻ്റെ ഏരിയ 900 mm² ആണ്. mm² മീറ്റർ² ആക്കുമ്പോൾ ഇൻറ്റു 10⁻⁻⁶. ഇതൊരു സിംഗിൾ സ്റ്റീൽ ബാറിൻ്റെ ആണ്. അങ്ങനത്തെ 4 ഉണ്ട്. സോ യു ഹാവ് ടു ടേക്ക് 4 ഇൻറ്റു this much 900 into 10⁻⁻⁶ meter². So the answer will be 3.6 into 10⁻⁻³ meter². That is area of steel. Now you have to calculate area of concrete also. അപ്പം കോൺക്രീറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആ തന്ന ക്രോസ് സെക്ഷൻ ഒന്ന് ഓർമ്മിച്ചാൽ മതി. ഇതാണ് നമ്മളെ ക്രോസ് സെക്ഷൻ. ഇതാണ് ടോട്ടൽ കോൺക്രീറ്റ് പോസ്റ്റ്. ഇതിൽ സ്റ്റീല് 4 സ്റ്റീൽ ഉണ്ട്, സ്റ്റീൽ റോഡ് ഉണ്ട്. സോ ദീസ് ആർ ദ സ്റ്റീൽ റോഡ്സ്. സോ ഇതിൻ്റെ ഡയമെൻഷൻ 200 mm ആണ്, 300 mm ആണ് ഈ ഹൈറ്റും വിഡ്ത്തും. സോ നമുക്ക് കോൺക്രീറ്റ് ഇതാണ് സ്റ്റീല്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് മെറ്റീരിയൽ ഏത് പോർഷൻ ഉണ്ടാകും, റിമൈനിങ് ഈ ബാക്കിയുള്ള സ്ഥലത്തുള്ള ഇതെല്ലാം കോൺക്രീറ്റ് ആയിരിക്കും. ഓക്കെ, ഈ ഗ്രീൻ ഷെയ്ഡ് കാണിച്ചൊക്കെ കോൺക്രീറ്റ് മെറ്റീരിയൽ ആയിരിക്കും. സോ ഏരിയ ഓഫ് കോൺക്രീറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ടോട്ടൽ ഏരിയ എടുക്കുക, ടോട്ടൽ ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കുലർ പോസ്റ്റ് മൈനസ് ഏരിയ ഓഫ് സ്റ്റീൽ. ഈ 4 സ്റ്റീലിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ഷെയ്ഡഡ് പോർഷൻ കിട്ടും. സോ ഏരിയ ഓഫ് കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു 300 ഇൻറ്റു 300. അത് mmലാണ് മീറ്ററിലേക്ക് മാറ്റുക. സോ 0.3 meter² മൈനസ് ഈ ഏരിയ ഓഫ് സ്റ്റീൽ. ഇതാണ് ഏരിയ ഓഫ് സ്റ്റീൽ. രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ഇവിടെയുള്ള ഈ ഗ്രീൻ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കിട്ടും. ദാറ്റ് ഈസ് ദ ഏരിയ ഓഫ് കോൺക്രീറ്റ്. സോ ഏരിയ ഓഫ് കോൺക്രീറ്റ് വിൽ ബി 86.4 ഇൻറ്റു 10⁻⁻³ meter². അപ്പം ഇത് എടുക്കാൻ മറക്കരുത്. ഏരിയ ഓഫ് കോൺക്രീറ്റ് ഇങ്ങനെ ചെയ്യണം, ഡയറക്റ്റ്ലി ഈ റെക്ടാങ്കുലർ ഇതിൻ്റെ ഏരിയ എടുക്കരുത്. റെക്ടാങ്കുലറിൻ്റെ ഏരിയ മീൻസ് അത് കോൺക്രീറ്റിൻ്റെ ഏരിയയും സ്റ്റീലിൻ്റെ ഏരിയയും കൂടി രണ്ടും കൂടി ഉള്ളതാണ്, രണ്ടും കൂടി ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് വേണ്ടത് ഈ ഷെയ്ഡഡ് പോർഷൻ, ഈ ഗ്രീൻ പോർഷൻ്റെ ഏരിയ മാത്രമാണ്. സോ യു ഹാവ് ടു സബ്സ്ട്രാക്ട് ഫ്രം ദ ടോട്ടൽ ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കുലർ പോർഷൻ മൈനസ് ഈ 4 സ്റ്റീലിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഏരിയ ഓഫ് കോൺക്രീറ്റ്. സോ നമുക്ക് ഈ ഇക്വേഷനിലുള്ള ഇതിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിപ്പം ഇക്വേഷനിലുള്ള എല്ലാ സാധനങ്ങളും കണ്ടുപിടിക്കാൻ പറ്റി. ഈ സാധനം സ്റ്റീലിന് പകരം ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏരിയ ഓഫ് സ്റ്റീൽ നമുക്കറിയാം, ഏരിയ ഓഫ് കോൺക്രീറ്റ് അറിയാം. സോ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറി, കംപ്ലീറ്റ്ലി ഇൻ ടേംസ് ഓഫ് സിഗ്മ കോൺക്രീറ്റ് ആയിട്ട് മാറി. സോ യു ക്യാൻ സിംപ്ലിഫൈ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കോൺക്രീറ്റ് സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ കോൺക്രീറ്റ്. നൗ സ്ട്രെസ് ഡെവലപ്ഡ് കോൺക്രീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റിലേഷൻ അറിയാം. സിഗ്മ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 14.286 സിഗ്മ CO ആണ്. സോ ഈ വാല്യൂ കണ്ടുപിടിച്ച് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സിഗ്മ സ്റ്റീലിൻ്റെ വാല്യൂം കിട്ടി. സോ സിമ്പിൾ പ്രോബ്ലം ആണ്. നൗ സോ ഇക്വേഷൻ 4 ഞാൻ പറഞ്ഞ കാര്യം ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സിഗ്മ സ്റ്റീലിന് പകരം ഈ സാധനം
14.286 sigma concrete substitute here into area of steel 3.6 into 10 raised to minus 3 plus concrete sigma concrete into area of concrete 86.4 into 10 raised to minus 3, that will be equal to the external load 1000 kilonewton or 1 into 10 raised to 6 newton. So ഇത് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ you can calculate sigma 0, it's around 7.255 into 10 raised to 6 pascal or 7.255 megapascal. ഓക്കെ, ഇനി ഇക്വേഷൻ നമുക്ക് സിഗ്മ കോൺക്രീറ്റ് കിട്ടി. ഇക്വേഷൻ 4ന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രം ഇക്വേഷൻ 4 we can find out sigma steel. Sigma steel is equal to 14.286 into this 7.255 megapascal. It will be around 103.6 megapascal. So that's the answer. ഇതാണ് ഒരു ആൻസർ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇതാണ് സെക്കൻഡ് ആൻസർ. ഓക്കെ, സോ ഇതിലെ കാൽക്കുലേഷൻസ് നിങ്ങൾ വെരിഫൈ ചെയ്യുക. അത് ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവും, അതൊരു കാര്യം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റിലെ കോമ്പോസിറ്റ് ബീമിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നട്ട് ആൻഡ് ബോൾട്ടിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. അതേപോലെ ഇപ്പം പറഞ്ഞ മാതിരി ഒരു കോൺക്രീറ്റിൻ്റെ പ്രോബ്ലംസ് ചോദിക്കാം. അതേമാതിരി 3 റിജിഡ് വയർ ഒരു ലോഡ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടാകും. അതിൽ റിജിഡ് വയേഴ്സ് സപ്പോസ് ഇത് രണ്ടും സ്റ്റീലിൻ്റെ വയറും ഇതൊരു കോപ്പർ വയറും ആണെങ്കിൽ അതിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ഇവിടെ ഫിക്സ്ഡ് ആണ്, ഇവിടെ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു 20 കിലോ ന്യൂട്ടണോ അങ്ങനെ എന്തെങ്കിലും ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഒന്ന് കൂടുതൽ മെറ്റീരിയൽ ഉണ്ട്, അതെല്ലാം കൂടി ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് സിംഗിൾ ഡിഫോർമേഷൻ, ഒരു സെയിം എമൗണ്ട് ഓഫ് ഡിഫോർമേഷൻ ആയിരിക്കും ഇതിനെപ്പോഴും ഉണ്ടാവുക. കാരണം ഇവിടെ എപ്പോഴും റിജിഡ്ലി ഫിക്സ്ഡ് ആണ് രണ്ടും. അതിന് ഫിക്സിങ് മാറിപ്പോവില്ല. സോ എപ്പോഴും ഡിഫോർമേഷൻ സെയിം ആയിരിക്കും. ടോട്ടൽ ലോഡ് ഈ 3 റോഡും ഷെയർ ചെയ്യും. ഓക്കെ, സോ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് വർക്ക് ഔട്ട് ചെയ്യുക. ഞാൻ ഈ കോമ്പോസിറ്റ് ബീമിൻ്റെ സെക്ഷൻ ഇപ്പോൾ ഒരു പ്രോബ്ലത്തിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി ഈ പ്രോബ്ലംസ് ഞാൻ ട്യൂട്ടോറിയൽസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. Now the next section, problems involving temperature changes, is also another important section in this module. ഇതിലെ പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഈ മോഡ്യൂളിൽ പ്രോബ്ലംസ് വരുന്ന പോർഷൻസ് ഒന്ന് കോമ്പോസിറ്റ് മെമ്പർ ഞങ്ങൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം പോലുള്ള പ്രോബ്ലംസ് ചോദിക്കും. പിന്നെ ടെമ്പറേച്ചർ ചേഞ്ചിൻ്റെ പ്രോബ്ലം ചോദിക്കും. ഓക്കെ, സോ ഇതിൻ്റെ തിയറി പോർഷൻ നിങ്ങൾ വായിച്ചാൽ മതി. ഞാൻ അതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. സപ്പോസ് ഒരു റോഡ് ഉണ്ട്, ഹോമോജീനിയസ് റോഡാണ്. നമ്മൾ ആസ് യൂഷ്വൽ നമ്മളെ ബേസിക് അസംഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹോമോജീനിയസ് ആണ്. മെറ്റീരിയൽ പ്രോപ്പർട്ടി ഹോമോജീനിയസും ഐസോട്രോപ്പിക്കും ആണ്. അങ്ങനെ ഒരു റോഡ് ഉണ്ട്, അതൊരു സ്മൂത്ത് സർഫസിൻ്റെ മുകളിൽ സിംപിളി പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്മൂത്ത് സർഫസ് എന്ന് പറയാൻ കാരണം ഫ്രിക്ഷൻ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല, ഐഡിയൽ കേസാണ്. ഒരു AB എന്നുള്ള ഒരു മെമ്പർ വെച്ചിട്ടുണ്ട്, അത് ലെങ്ത് L ആണ്. ഇനി സപ്പോസ് ഞാൻ ഇതിനെ ഹീറ്റ് ചെയ്യാണ്, ഞാൻ ഇതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. ഒരു ടെമ്പറേച്ചർ ഇപ്പോൾ ഇനീഷ്യൽ ടെമ്പറേച്ചറിന് ഫൈനൽ ടെമ്പറേച്ചർ ΔT എമൗണ്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആദ്യം ഒരു 30 ഡിഗ്രി ആണെങ്കിൽ ഒരു 40 ഡിഗ്രി ആക്കി ഞാൻ എന്തെങ്കിലും ഹീറ്റ് ചെയ്തു. അപ്പോൾ ΔT മീൻസ് ഇപ്പോൾ 30ന്ന് 40 ആവുകയാണെങ്കിൽ ΔT മീൻസ് 30 to 40 ആണ് ചേഞ്ച് എങ്കിൽ ΔT ഈസ് 10 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സോ 10 ഡിഗ്രി ഞാൻ ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ഇത് വെച്ചിട്ടാണ് പറയുന്നത്. ഇതേ കൺസെപ്റ്റിൻ്റെ റിവേഴ്സ് ആയിരിക്കും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നേരെ വരിക. നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടുന്നേ ഉള്ളൂ. സോ ഞാൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. സപ്പോസ് ദ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ് ബൈ ആൻ എമൗണ്ട് ΔT. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം നമുക്കറിയാം ഒരു സാധനത്തിനെ ഹീറ്റ് ആക്കിയാൽ അതിന് ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടാകും. ദർ വിൽ ബി സം ചേഞ്ച് ഇൻ ലെങ്ത്. ആ ചേഞ്ച് ഇൻ ലെങ്ത്തിനെ ഞാൻ ΔT എന്ന് വിളിച്ചു. ഇവിടെ ഈ T എന്ന് വിളിക്കാൻ കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ച് ഓർ തെർമൽ ഇഫക്റ്റ് ആണ്. ഡ്യൂ ടു തെർമൽ ഇഫക്റ്റ്, ബിക്കോസ് ഓഫ് ദിസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ദ ഡയമെൻഷണൽ ചേഞ്ച്, ദ ലെങ്ത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഈസ് ΔT. So ΔT, that T represents it is due to temperature change. Okay, ഇനി നമ്മൾ എക്സ്പെരിമെൻ്റലി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ΔT എന്നുള്ള വാല്യൂ, ഈ ചേഞ്ച് ഇൻ ചേഞ്ച് ഇൻ ഡയമെൻഷൻ because of the temperature change will always directly proportional to this change in temperature. ഈ ΔTക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എത്രയാണോ നമ്മൾ 10 ഡിഗ്രി കൊടുക്കുകയാണ്, 10 ഡിഗ്രിയാണ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവുക. അപ്പോൾ അതിന് 10 ഡിഗ്രിക്ക് പകരം നമ്മളൊരു 100 ഡിഗ്രി ഇൻക്രീസ് ചെയ്തെന്ന് വെച്ചു. സപ്പോസ് ഇനീഷ്യലി ഒരു 30 ആയിരുന്നു, ഫൈനലി നമ്മൾ അതിനെ ഒരു 130 ആക്കി. ഒരു 100 ഡിഗ്രി ഇൻക്രീസ് ചെയ്താൽ അതിനനുസരിച്ച് ഈ ലെങ്ത് ഇൻക്രീസ് ആവും. സോ ദിസ് change in dimension is directly proportional to this
ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ചേഞ്ച് ഇൻ ഈ ഡയമെൻഷൻ ഈ ഇനീഷ്യൽ ലെങ്ത്തിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. ലെങ്ത് കൂടിയാൽ അതിനനുസരിച്ച് ഡിഫോർമേഷനും കൂടും, ലെങ്ത് കുറവാണ് ഡിഫോർമേഷനും കുറവായിരിക്കും. സോ delta t is directly proportional to delta t is the change in dimension is directly proportional to the change in temperature and the initial length of the bar. ഇത് എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ച നമുക്ക് മെഷർ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയ റിസൾട്ടാണ്. മാത്തമെറ്റിക്കൽ ഡെറിവേഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചതല്ല, നമ്മൾ ഫിസിക്കലി മെഷർ ചെയ്ത് നോക്കി, ഫിസിക്കലി അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ change in temperature and the initial length of the bar. So we can write delta t is proportional to del t into L. അപ്പോൾ ഞാൻ ഈ പ്രൊപ്പോർഷണാലിറ്റിക്ക് പകരം ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡ്യൂ ടു ടെമ്പറേച്ചർ എഫക്ട് del t is equal to some alpha coefficient into delta t into L എന്ന് എഴുതാൻ പറ്റും. where this coefficient is known as coefficient of thermal expansion. ഇതൊരു മെറ്റീരിയൽ, ഓരോ മെറ്റീരിയലിൻ്റെയും പ്രോപ്പർട്ടിയാണ്. മെറ്റീരിയലിനനുസരിച്ച് ഈ വാല്യൂ മാറും. ഇപ്പോൾ കോപ്പറിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും, സ്റ്റീലിന് വേറൊരു വാല്യൂ ആയിരിക്കും. സോ ആ മെറ്റീരിയലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഇപ്പം രണ്ട് മെറ്റീരിയൽ ഉണ്ട്, ഒരു കോപ്പറും ഉണ്ട് ബ്രാസും ഉണ്ട്, ഒന്നിൻ്റെ അല്ലെങ്കിൽ മെറ്റീരിയൽ 1 ഉണ്ട് മെറ്റീരിയൽ 2 ഉണ്ട് വെച്ചു. സപ്പോസ് മെറ്റീരിയൽ 1 ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഈസ് ഗ്രേറ്റർ ദാൻ മെറ്റീരിയൽ 2. അതിൻ്റെ മീനിങ് എന്താ? സപ്പോസ് രണ്ട് മെറ്റീരിയൽ ഉണ്ട്, അതിൽ ഒന്നിൻ്റെ ഒരു കോമ്പോസിറ്റ് മെമ്പറാണെന്ന് വെച്ചു. അതിൽ ഫസ്റ്റത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഈസ് greater than the coefficient of thermal expansion of material 2. That means this first material can elongate more. ഇപ്പോൾ ഡീഫോർമേഷൻ ഫസ്റ്റ് മെറ്റീരിയലിനായിരിക്കും കൂടുതൽ ഡീഫോർമേഷൻ ഉണ്ടാവുക കമ്പയർഡ് ടു ദ സെക്കൻഡ് മെറ്റീരിയൽ. ഞാനിപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ, നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിൽ അത് നോക്കാം. സോ ഇത്രയും ഓർമ്മിക്കുക, ദ ചേഞ്ച് ഇൻ dimension due to thermal effect temperature change will be equal to alpha into delta t into L, where alpha is known as coefficient of thermal expansion. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. delta t is equal to alpha into delta t into L. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ളത്. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. സോ അത് ഓർമ്മിച്ച് വെക്കുക. delta t is equal to alpha into del t into L, where alpha is known as coefficient of thermal expansion. ഇനി ആൽഫേൻ്റെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആൽഫ മാത്രം ഇവിടെ വെക്കുകയാണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു del t divided by delta t divided by delta t into L എന്ന് വരും. del t divided by delta t into L എന്ന് വരും. സോ ഇത് ഇപ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ആണ്, മീറ്ററോ എന്തെങ്കിലും ആയിരിക്കും യൂണിറ്റ് വരിക. ഇതും ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് മീറ്റർ ആയിരിക്കും. സോ ഇതിൻ്റെ യൂണിറ്റ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ആൽഫേൻ്റെ യൂണിറ്റ് പെർ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ പെർ ഡിഗ്രി കെൽവിൻ ഡിവൈഡഡ് ബൈ കെൽവിൻ 1 ഡിഗ്രി കെൽവിൻ ആയിരിക്കും, അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ആൽഫേൻ്റെ യൂണിറ്റ് വരിക. അതും ഓർമ്മിച്ച് വെക്കുക. ആൽഫ റെപ്രസെൻറ്റ്സ് എ ക്വാണ്ടിറ്റി പെർ ഡിഗ്രി സെൽഷ്യസ് ഓർ പെർ ഡിഗ്രി കെൽവിൻ ഡിപ്പെൻഡിങ് whether the temperature change is expressed in degree Celsius or degree Kelvin. ഈ ഡെൽറ്റ ടി എങ്ങനെയാണ് പറയുന്നത്? ഡെൽറ്റ ടി കെൽവിനിലാണെങ്കിൽ ആൽഫ 1 കെൽവിൻ ആയിരിക്കും. ഡെൽറ്റ ടി ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ആൽഫ ഈസ് 1 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് ടെമ്പറേച്ചറിനെ കൊണ്ടുണ്ടാവുന്ന ചേഞ്ച് ഇൻ ഡയമെൻഷൻ്റെ ഇക്വേഷൻ. സോ ഇനി നമുക്ക് ഇത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ കിട്ടിയാൽ നമുക്ക് ഡയറക്ട്ലി സ്ട്രെയിൻ കണ്ടുപിടിക്കാം. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എല്ലാം ബേസിക് ഇക്വേഷൻ. ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ടുണ്ടായ ഇത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ചെയ്താൽ സ്ട്രെയിൻ കിട്ടും, ഓർ ഇറ്റ് വിൽ ബി ആൽഫ ഡെൽറ്റ ടി. ഈ എല്ലിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ഡിവൈഡഡ് ബൈ എൽ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു ടേം ഉണ്ട്, അതിനെയാണ് സ്ട്രെയിൻ എന്ന് വിളിക്കുക. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. സോ ഇറ്റ് വിൽ ബി ആൽഫ ഡെൽറ്റ ടി. ഇതും ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഈ സാധനമാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ഇത് ഓർമ്മിച്ചാൽ മതി, ബാക്കി അതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതാണ് strain developed due to the temperature change. Okay, the epsilon t is equal to alpha into del t. അപ്പോൾ എല്ലാത്തിനും സഫിക്സ് ആയിട്ട് ഈ ടി കൊടുക്കാൻ കാരണം അതെല്ലാം ടെമ്പറേച്ചർ ചേഞ്ചിനെ കൊണ്ടുണ്ടായ സ്ട്രെയിൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത് ഒരു ഹൊറിസോണ്ടൽ സ്മൂത്ത് സർഫസിൻ്റെ മുകളിൽ ഒരു സിംപ്ലി ഒരു റോഡ് വെറുതെ കീപ്പ് ചെയ്തു, വെറുതെ വെച്ച് പ്ലേസ് ചെയ്തു.
അപ്പോൾ എന്നിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ ഡെൽറ്റ ടി എമൗണ്ട് ഇൻക്രീസ് ചെയ്തു, അപ്പം അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ആയി. ആ ഇൻക്രീസ് ആയ ലെങ്ത് ആണ് ഇത്, കറസ്പോണ്ടിങ് സ്ട്രെയിൻ ആണ് ഇത്. അപ്പോൾ ഇതേമാതിരി നമ്മൾ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം 30 നിന്ന് 20 ആക്കി കുറയ്ക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് പകരം ലെങ്ത് റെഡ്യൂസ് ചെയ്യും. അപ്പോഴും ഇക്വേഷനൊക്കെ സെയിം, ലെങ്ത് റെഡ്യൂസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ റിഡക്ഷൻ ഇൻ ഡയമെൻഷൻ ആണ് നടക്കുക എന്നുള്ളതൊന്ന് ഓർമ്മിച്ചാൽ മതി. പ്രോബ്ലം ചെയ്യുമ്പം അതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നെക്സ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ സ്ട്രെസ് ഡെവലപ്ഡ് ഫോർ ദിസ് പെർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ്? ഈ ഒരു ഇതിൽ അറേഞ്ച്മെൻറ്റിലുണ്ടായ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്ട്രെസ് മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ഏരിയ, അല്ലേ? അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ റെസിസ്റ്റൻസ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ സ്ട്രെസ് ഉണ്ടാവുള്ളൂ. ദർ ഷുഡ് ബി സം റെസിസ്റ്റൻസ് ഇൻ ഓർഡർ ടു ഡെവലപ്പ് ദ സ്ട്രെസ്. ഓക്കെ, ബട്ട് ഈ കേസിൽ നമ്മൾ ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം ഇത് ഫ്രീ ആണ്, ഫ്രീ ടു എക്സ്പാൻഡ് ആണ്. ഓൾസോ വി ആർ അസ്യൂമിങ് ദർ ഈസ് നോ ഫ്രിക്ഷൻ എക്സെട്ര ഹിയർ, സ്മൂത്ത് സർഫസ് ആണ്. സോ എവിടെയും റെസിസ്റ്റൻസ് ഇല്ല, അത് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്തു പോകും. ഒരു ആ മെറ്റീരിയലിൻ്റെ ആൽഫേൻ്റെ വാല്യൂം, നമ്മൾ കൊടുക്കുന്ന ഈ ആൽഫേൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറിനെയും ഇനീഷ്യൽ ലെങ്ത്തിനെയൊക്കെ അനുസരിച്ച് ഇതൊരു പെർട്ടിക്കുലർ എമൗണ്ട് എക്സ്പാൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഫ്രീ ടു മൂവ് അല്ലെങ്കിൽ ഫ്രീ ടു ചേഞ്ച് ഇറ്റ്സ് ഡയമെൻഷൻ. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ഇന്റേണൽ റെസിസ്റ്റൻസ്. സോ ഫോർ ദിസ് പെർട്ടിക്കുലർ അറേഞ്ച്മെന്റ് the stress will be 0 because there is no restrictions here. ഇവിടെ റെസ്ട്രിക്ഷൻ, മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു സാധനവും ഇല്ല. മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആ മൂവ് ചെയ്യാതെ നമ്മൾ അവിടെ പിടിച്ചു വെക്കുകയാണെങ്കിൽ ഈ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ട്രെസ് ഉണ്ടാവും. ബട്ട് ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് ഫ്രീ ടു expand or free to compress. So that means there is the stress developed in this particular case or for this particular arrangement will be 0. Okay, but എല്ലാ പ്രാവശ്യവും ഇതേപോലെ ഫ്രീ ടു എക്സ്പാൻഡ് കണ്ടീഷൻ ആയിരിക്കുമല്ലോ ഉണ്ടാവും. നമുക്ക് റിയൽ കേസിലൊക്കെ എപ്പോഴും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്തിട്ട് സപ്പോർട്ട്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒബ്ജക്ട്സോ ഒക്കെ ഉണ്ടാവും. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് an expression for the stress developed due to the temperature change. ടെമ്പറേച്ചർ ചേഞ്ച് ആകുമ്പം ഓട്ടോമാറ്റിക്കലി അവിടെ ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ളതും കൂടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്രഷനും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, സെയിം ബാർ എ ബി ഇപ്പോൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതിന് പകരം രണ്ട് എൻഡിലും സപ്പോർട്ട് കൊടുത്തു, ഫിക്സഡ് സപ്പോർട്ട്. സോ ഇറ്റ് cannot മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് ഓൾസോ ഇറ്റ് cannot മൂവ് ദിസ് ഡയറക്ഷൻ ഓൾസോ. അപ്പോൾ ഈ രണ്ട് ഡയറക്ഷനിലും ഇതിന് മൂവ്മെൻറ്റ് പ്രിവെൻറ്റഡ് ആണ്, മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് മീൻസ് മൂവ്മെൻറ്റ് പ്രിവെൻറ്റഡ് ആണ്. ഇത് റിജിഡ് സപ്പോർട്ടാണ്, നമ്മളത് ടൈറ്റായിട്ട് മൂവ്മെൻറ്റ് അലോ ചെയ്യാതെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ദാറ്റ് മീൻസ് ഈ കേസിൽ മൂവ്മെൻറ്റ് ഇല്ല, മീൻസ് ദർ ഈസ് നോ സ്ട്രെയിൻ. ഈ കേസിൽ ദ തെർമൽ സ്ട്രെയിൻ വിൽ ബി 0 ബിക്കോസ് ദർ ഈസ് നോ മൂവ്മെൻറ്റ്. the movements are arrested with the help of this rigid support. ഈ രണ്ട് സപ്പോർട്ടും വെച്ചിട്ട് നമ്മൾ മൂവ്മെൻറ്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദ സ്ട്രെയിൻ വിൽ ബി 0. സോ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, ഡെൽറ്റ ടി ഇൻക്രീസ് ചെയ്തു. ഡെൽറ്റ ടി ഇൻക്രീസ് ചെയ്യുമ്പം ഇതിൽ ബിക്കോസ് ഓഫ് ദിസ് ടെമ്പറേച്ചർ ചേഞ്ച് ഈ മെറ്റീരിയൽ ഇത് ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കും. അതേമാതിരി ഈ മെറ്റീരിയൽ ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കും. ബട്ട് ഈ സപ്പോർട്ട് എന്ത് ചെയ്യും? സപ്പോർട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യും. ഇങ്ങോട്ടൊരു ഫോഴ്സ്, സപ്പോർട്ട് ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. എങ്ങോട്ടാണോ ഇത് മെറ്റീരിയൽ മൂവ് ചെയ്യാൻ നോക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് സപ്പോർട്ട് ഫോഴ്സ് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുക്കും. ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇക്വിലിബ്രിയം കണ്ടീഷനാണ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് രണ്ട് എൻഡിലും ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ പിയും പി ഡാഷും എന്ന് പറഞ്ഞിട്ടുണ്ട്, ബട്ട് പി ഈക്വൽ ടു പി ഡാഷ് ആണ് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം കേസ്. സോ രണ്ട് എൻഡിലും ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഫ്രീ ബോഡി ഡയഗ്രാം ഉണ്ടാവും. രണ്ട് എൻഡിലും റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ ദ സപ്പോർട്ട് റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്യും ബിക്കോസ് ഓഫ് ദിസ് ടെമ്പറേച്ചർ ചേഞ്ച്. ഈ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഇത് ഇലോങ്ങേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യും മെറ്റീരിയൽ. ബട്ട് because of this rigid support, the support will prevent its elongation. So there will be some support reaction or the force offered by the support on this material. എ ബി എന്നുള്ളതിൻ്റെ മുകളിൽ കുറച്ച് ഫോഴ്സ് കൊടുക്കും. ഓക്കെ, സോ ഈ ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ദർ വിൽ ബി സം സ്ട്രെസ്.
അപ്പോൾ ആ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? സോ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നമുക്കറിയാം ദ സ്ട്രെയിൻ ഡ്യൂ ടു സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ അറിയാം. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി ആണ് ഈ ഇക്വേഷൻ. സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ എന്ന് നമുക്ക് ഡയറക്റ്റ്ലി സ്ട്രെസ് ഉള്ള കേസ് ആണെങ്കിൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ബൈ ഹൂക്സ് ലോ. ഹൂക്സ് ലോ വെച്ചിട്ട് സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. സോ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ ഇതാണെങ്കിൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ തെർമൽ സ്ട്രെസ് സിഗ്മ ടി ഈസ് ഈക്വൽ ടു അതിൻ്റെ കൂടെ ഒരു യങ്സ് മോഡുലസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ആയിരിക്കും അതിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സിഗ്മ സ്ട്രെസ് ഡെവലപ്പ് ഡ്യൂ ടു ദ ടെമ്പറേച്ചർ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇത്രയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഡയറക്റ്റ്ലി ഇങ്ങനെ വാല്യൂ എഴുതുന്നതിന് പകരം ഞാൻ അതിൻ്റെ ഒരു ഫിസിക്കൽ മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോമൺ പ്രൊസീജിയർ, ഏത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ പ്രൊസീജിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സൂപ്പർ പൊസിഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പോവാണ്. സോ ഏത് തിയറി നിങ്ങൾ വായിച്ചാൽ മതി, ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ സപ്പോസ് ഇത് നമുക്കൊരു ആക്ച്വലി ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് പ്രോബ്ലം ആണ്. രണ്ട് എൻഡും ഫിക്സ്ഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ പി ഡാഷും അല്ലെങ്കിൽ രണ്ട് പിയും വരുന്നത് കൊണ്ട് ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് പ്രോബ്ലം ആണ്. നമുക്ക് രണ്ട് എൻഡിലും സപ്പോർട്ട് ഉണ്ട്. സോ ഒരു ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇക്വേഷൻസ് ഇക്വിലിബ്രിയം മാത്രം പോരാ, നമുക്ക് എന്തെങ്കിലും കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ കൂടി കൺസിഡർ ചെയ്യണം. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട്, കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഒരു സിംപിളി സപ്പോർട്ടഡ് ഒരു എൻഡ് മാത്രം ഫിക്സ്ഡ് ആണെങ്കിൽ, ഇങ്ങനെയുള്ള പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെ മാത്രമേ അൺനോൺ ഉള്ളൂ, ആ വാല്യൂ നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്കിത് ഇൻഡിറ്റർമിനേറ്റ് പ്രോബ്ലം ആയത്. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സപ്പോർട്ട് ഒരു എക്സ്ട്രാ സപ്പോർട്ട് ആയതുകൊണ്ട്, അല്ലെങ്കിൽ റിഡണ്ടൻറ്റ് സപ്പോർട്ട് ആയതുകൊണ്ട് ഇവിടെ ഇല്ല, തൽക്കാലത്തേക്ക് ഞാനിതൊന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളത് അസ്യൂം ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ പണ്ട് ചെയ്ത സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനും ഇതേ മെത്തേഡ് യൂസ് ചെയ്യാം. അവിടെ നമ്മൾ ആ മെത്തേഡിലൊന്നും പോയില്ല, നമ്മൾ ടോട്ടൽ ഡിഫോർമേഷൻ സീറോ എന്നുള്ള കൺസെപ്റ്റ്, അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ, വേറൊരു മെത്തേഡിൽ സോൾവ് ചെയ്യുന്നതേ ഉള്ളൂ. സോ ഫോർ ദ ടൈം ബീങ് അസ്യൂം ദാറ്റ് ഐ ആം ഗോയിങ് ടു റിമൂവ് ദിസ് സെക്കൻഡ് സപ്പോർട്ട്, ദ സപ്പോർട്ട് അറ്റ് ബി ടെമ്പററിലി. ഓക്കെ, തൽക്കാലത്തേക്ക് ഞാനതൊന്ന് റിമൂവ് ചെയ്യാണ്. സോ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെയാണ്. നൗ ഞാൻ ഇതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്, ഡെൽറ്റ ടി കൂട്ടി. ഈ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ എന്താവും, ഈ മെറ്റീരിയലിന് ഈ സൈഡിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അത് ഒരു ഡെൽറ്റ ടി എമൗണ്ട് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, ബട്ട് ഈ എക്സ്പാൻഷൻ റിയലി ഇല്ല. ആക്ച്വലി ഈ എക്സ്പാൻഷന് ഇവിടെ ഉണ്ടാവുന്ന സപ്പോർട്ട് റെസിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഞാൻ അതിനൊന്ന് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, ഇവിടെ ഞാനൊരു ഫോഴ്സ് കൊടുത്തു, ഈ ഒരു ഫോഴ്സ് കൊടുത്തിട്ട്, ഒരു പി എന്നുള്ള ഫോഴ്സ് കൊടുത്തിട്ട് ഇതിനെ തിരിച്ച് ഡെൽറ്റ പി എമൗണ്ട് തിരിച്ച് ഇവിടെ തന്നെ എത്തിക്കാന്ന് വെച്ചു. ഓക്കെ, സോ നെറ്റ് എഫക്റ്റ് സെയിം ആയി, സപ്പോർട്ട് ഉള്ള പോലെ തന്നെ. ആദ്യം സപ്പോർട്ട് ഇല്ലാതെ ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ അലോ ചെയ്തു, ദിസ് ഡെൽറ്റ ടി, ദാറ്റ് ഈസ് നോൺ ആസ് തെർമൽ എക്സ്പാൻഷൻ. ഇത് ഫ്രീ ആയിട്ട് അലോ ചെയ്തുകൊണ്ട് ഇതിനെ ഫ്രീ എക്സ്പാൻഷൻ എന്നും വിളിക്കാറുണ്ട്. ഫ്രീ എക്സ്പാൻഷൻ എന്ന് വിളിച്ചു. ദെൻ അതിൻ്റെ പ്ലസ് അതിനോട് കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പി എന്നുള്ള ഫോഴ്സ് കൊടുത്തിട്ട്, ഈ പി എന്നുള്ള ഫോഴ്സ് കൊടുത്തിട്ട് തിരിച്ച് അതിനെ ഇനീഷ്യൽ ഡെൽറ്റ പി എമൗണ്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചെത്തിച്ചു. ഓക്കെ, ദാറ്റ് മീൻസ് ടോട്ടൽ ഡിഫോർമേഷൻ എപ്പോഴും സെയിം ആണ്. ഇനീഷ്യലി ഇവിടെയാണ് ഉള്ളത്, ഫൈനലി അതേ പൊസിഷനിൽ തന്നെ തിരിച്ചെത്തിച്ചു, ബിക്കോസ് ഓഫ് ദിസ് ഫോഴ്സ് പി. ഈ ഫോഴ്സ് പി കൊടുത്തിട്ട്, ഈ ഫോഴ്സ് പി നമ്മൾ എക്സ്റ്റേണലി അല്ല കൊടുക്കുന്നത്, ആക്ച്വലി ഈ ഫോഴ്സ് കൊടുക്കുന്നത് സപ്പോർട്ടാണ്. ഓക്കെ, ഇവിടെ നമ്മൾ അതിന് പകരം സപ്പോർട്ട് എന്നുള്ളത് പറയാതിന് പകരം ഒരു പി എന്നുള്ള ഫോഴ്സ് കൊടുത്തിട്ട് തിരിച്ചെത്തിച്ചു. സോ ദ ടോട്ടൽ ഡിഫോർമേഷൻ ഹിയർ ഓൾസോ, ദ ടോട്ടൽ ഡിഫോർമേഷൻ ഡെൽറ്റ വിൽ ബി 0. കാരണം ഡെൽറ്റ 0 ആകാൻ കാരണം എന്താ, ബി എന്ന് തുടങ്ങി തിരിച്ച് ബി തന്നെയാണ് എത്തിച്ചത്. സോ ടോട്ടൽ ഡിഫോർമേഷൻ 0 ആണ്. അല്ലെങ്കിൽ ദ ടോട്ടൽ ഡിഫോർമേഷൻ ഇപ്പോൾ ഡെൽറ്റ ആണെങ്കിൽ ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു ദ ഡിഫോർമേഷൻ ഡ്യൂ ടു ഡെൽറ്റ ടി പ്ലസ് ഡിഫോർമേഷൻ ഡ്യൂ ടു ദ ലോഡ് പി. ഓക്കെ, ഈ ഡെൽറ്റ ടിയും ഡെൽറ്റ പിയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്രയാണോ ടോട്ടൽ ഡിഫോർമേഷൻ എന്നുള്ള വാല്യൂ കിട്ടും. സോ ഇവിടുത്തെ കേസിൽ ഡിഫോർമേഷൻ ഇനീഷ്യൽ പൊസിഷനിൽ തന്നെയാണ് തിരിച്ചെത്തിയത്, ഇവിടെ നിന്നാണ് തുടങ്ങിയത്, ഇവിടെ തന്നെയാണ് തിരിച്ചെത്തിയത്. സോ ദ ടോട്ടൽ ഡിഫോർമേഷൻ വിൽ ബി 0. ഓക്കെ, സോ ഹിയർ this delta t represents the expansion, free expansion or the change in dimension due to
ടെമ്പറേച്ചർ ചേഞ്ചിനെ കൊണ്ടുണ്ടായ ഡിഫോർമേഷൻ ആണ്. ആൻഡ് ഡെൽറ്റ പി റെപ്രസെൻറ്റ്സ് ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡ്യൂ ടു ദ ഫോഴ്സ് പി. നമ്മൾ കൊടുത്ത സപ്പോർട്ട് കൊടുക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത ഈ പി എന്നുള്ള ഫോഴ്സിനെ കൊണ്ട് ഉണ്ടായ ചേഞ്ച്. ഇപ്പോൾ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, ഈ പൊസിഷനിൽ നിന്നാണ് നമ്മൾ പി കൊടുത്തത്. ഈ പി കൊടുത്തപ്പം ഇത് ഡിഫോം ചെയ്ത് ഇവിടെ എത്തി. So delta P represents the deformation due to the force P, and delta T represents the deformation due to the temperature, thermal effect. And since ഇത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയത് കൊണ്ട് that value, total deformation will be 0. Now we know that due to ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ ടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇക്വേഷൻ ഫോർ ഡെൽറ്റ ടി ഈസ് ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു എൽ. ആൽഫ ഡെൽ ടി ഇൻറ്റു എൽ. ഞാൻ ഈ ട്രയാങ്കിളിനെ ഡെൽ എന്ന് വിളിക്കാൻ വെച്ചു. ആൽഫ ഇൻറ്റു ഡെൽ ടി ഇൻറ്റു എൽ ആണ് ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നൗ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഫോഴ്സിനെ കൊണ്ട് ഉണ്ടാവുന്ന ഡിഫോർമേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഒരു ആക്സിയൽ ഫോഴ്സ് ഉണ്ട്. ബിക്കോസ് ഓഫ് ദ ആക്സിയൽ ഫോഴ്സ്, ദ ഡിഫോർമേഷൻ ഡ്യൂ ടു ആക്സിയൽ ഫോഴ്സ്, അത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പി എൽ ബൈ എ ഇ. ഇതാണ് ഡിഫോർമേഷൻ ഡ്യൂ ടു ആക്സിയൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഫോഴ്സ് കൊടുത്തിട്ട് ഡിഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഇതായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റ ടിക്ക് പകരം ആൽഫ ഡെൽറ്റ ടി എൽ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് ഡെൽറ്റ പിക്ക് പകരം പി എൽ ബൈ എ ഇ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്ത് കിട്ടും? ആൽഫ ഡെൽറ്റ ടി എൽ പ്ലസ് പി എൽ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ഇനി നിങ്ങൾ ഒരു പ്രോപ്പർ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യുക. ഏതെങ്കിലും ഒന്ന്, ഇപ്പം ഞാൻ ഈ ഡയറക്ഷൻ ഇതാണ് പോസിറ്റീവാക്കി എടുക്കുന്നതെങ്കിൽ അപ്പോൾ ഈ ഡെൽറ്റ ടീൻ്റെ വാല്യൂ ഇത് പോസിറ്റീവ് ആയിരിക്കും. ഡെൽറ്റ പി കംപ്രസീവ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ലെങ്ത് റെഡ്യൂസ് ചെയ്യും. ഇവിടെ നിന്ന് ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് റെഡ്യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഡെൽറ്റ പി മൈനസ് ആയിരിക്കും. സോ ആക്ച്വലി ഇവിടെ ഒരു മൈനസ് സൈനും കൂടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഒന്ന് കംപ്രസീവ് ആയതുകൊണ്ട് മൈനസ് സൈൻ കൊടുത്തു. സോ ഫ്രം ദിസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിൽ സിംപ്ലിഫിക്കേഷൻ കാണിച്ചിട്ടില്ല. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആൽഫ ഇൻറ്റു ഡെൽ ടി ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ, where PL by AE is the deformation due to load, alpha delta TL is the deformation due to change in temperature. From this you can find out P as the load P. P is equal to L ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. P is equal to alpha delta T into AE എന്ന് എഴുതാൻ പറ്റും. Alpha delta T into AE is the load offered by the external load we are giving, or the load offered by the support at ബിയിൽ ഡെവലപ്പ് സപ്പോർട്ട് ഇത്രയും എമൗണ്ട് ലോഡ് കൊടുത്താൽ മാത്രമേ ആ സെയിം പൊസിഷനിൽ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ദ മീനിങ്. ഈ സപ്പോർട്ട് പോയിന്റ് ബിയിലുള്ള സപ്പോർട്ട് ഇത്രയും ഇതെത്രയാണോ കാൽക്കുലേറ്റ് ചെയ്ത് ആ എമൗണ്ട് ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പോയിന്റ് ബി എന്നുള്ള പോയിന്റ് ബിന്ന് ഇത് അനങ്ങാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്. ഒരു ഡിഫോർമേഷൻ 0 ആയിട്ട് ഇവിടെ തന്നെ കീപ്പ് ചെയ്യണമെങ്കിൽ ഇത്രയും എമൗണ്ട് ഫോഴ്സ് ഈ സപ്പോർട്ട് ഇവിടെ കൊടുക്കണം. ഓക്കെ, ഓർ നമുക്ക് ലോഡിനെ കൊണ്ട് വലിയ ആവശ്യമില്ല. നമ്മളെപ്പോഴും തെർമൽ സ്ട്രെസ്, ദ സ്ട്രെസ് ഡെവലപ്പ് ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ച്, അതാണ് കണ്ടുപിടിക്കുക. സോ സ്ട്രെസ് മീൻസ് ലോഡ് ബൈ ഏരിയ ആണ്. സോ ഇവിടെ നിന്ന് ഈ ഏരിയ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ലോഡ് ബൈ ഏരിയ സ്ട്രെസ് കിട്ടും. സോ ദ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി. ദ തെർമൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഇ ആൽഫ ഡെൽറ്റ ടി എന്നുള്ള ഇക്വേഷൻ കിട്ടും. അപ്പം ഇങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. നിങ്ങൾ കോമ്പോസിറ്റ് മെമ്പർ ആയാലും ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു സിംഗിൾ മെറ്റീരിയലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കോമ്പോസിറ്റ് മെമ്പറിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യും. ഏത് പ്രോബ്ലം ആയാലും ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ്. നമ്മൾ ടോട്ടൽ ഡിഫോർമേഷൻ എത്രയാണെന്ന് നോക്കുക. ടോട്ടൽ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ചിനെ കൊണ്ടുണ്ടായ ഡിഫോർമേഷനും ലോഡിനെ കൊണ്ടുണ്ടായ നമ്മളെ സപ്പോർട്ട് കൊടുക്കുന്ന ലോഡിനെ കൊണ്ടുണ്ടായ ഡിഫോർമേഷൻ കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ ഡിഫോർമേഷൻ കിട്ടും. സോ രണ്ടെണ്ണം ഫിക്സ്ഡ് ആയതുകൊണ്ട് ടോട്ടൽ ഡിഫോർമേഷൻ വിൽ ബി 0. ഓക്കെ, സോ ഇതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ടെമ്പറേച്ചർ ചേഞ്ചിൻ്റെ ഇക്വേഷൻ അറിയാം, ഇതിൻ്റെ ഇക്വേഷനും അറിയാം. രണ്ട് ഇക്വേഷനും ബേസിക് ഇക്വേഷൻ എടുത്തു, സോൾവ് ചെയ്തു, തെർമൽ സ്ട്രെസ് കിട്ടി. അതുതന്നെയാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ പറഞ്ഞപ്പം തന്നെ പറഞ്ഞത്. ഈ സ്ട്രെയിനിൻ്റെ കൂടെ ഒരു ഇയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കറസ്പോണ്ടിങ് സ്ട്രെസ് കിട്ടും. ആ സ്ട്രെസ് വരാൻ കാരണം ഇവിടെ രണ്ടെണ്ടും ഫിക്സ്ഡ് ആയതുകൊണ്ടാണ്. ഫിക്സ്ഡ് അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാവില്ല. സോ ഇത് ഇവിടെ സെക്കൻഡ് കേസിൽ, ഈ കേസിൽ സ്ട്രെയിൻ 0 ആണ്. അതായത് ചേഞ്ച് ഡയമെൻഷൻ ഒന്നുമില്ല. ഇതിന് ഇലോങ്ങേഷനും കംപ്രഷനും ഒന്നുമില്ല. റിജിഡ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ബട്ട്
stress will be this much. E alpha delta t ഇത് എത്രയായിരിക്കും, ഇതിൻ്റെ എത്രയായിരിക്കും സ്ട്രെസ് ഉണ്ടാവുക ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ തെർമൽ സ്ട്രെസ്സിൻ്റെ കൺസെപ്റ്റ്. നിങ്ങൾ ഇതും കൂടി ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് ഒരു സിമ്പിൾ പ്രോബ്ലം ഇന്ന് സോൾവ് ചെയ്യാം. നമുക്ക് കുറച്ച് ബണ്ടുന്ന പ്രോബ്ലം, ബാക്കി റിമൈനിങ് കുറച്ച് ടഫ് കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിലേക്ക് സോൾവ് ചെയ്യാം. സോ എ സ്റ്റീൽ ബാർ ഷോൺ ഇൻ ഫിഗർ ഈസ് കൺസ്ട്രെയിൻഡ് ടു ജസ്റ്റ് ഫിറ്റ് ബിറ്റ്വീൻ ടു ഫിക്സഡ് സപ്പോർട്ട്സ്. ഇപ്പോൾ രണ്ട് ഫിക്സഡ് സപ്പോർട്ട് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റീൽ ബാർ ഉണ്ട്, ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സപ്പോർട്ട്സ് വെൻ ടെമ്പറേച്ചർ T1 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ തന്നുള്ള കണ്ടീഷൻ ഉള്ളത്. ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് റേസ് ടു 60 ഡിഗ്രി സെൽഷ്യസ്, ഇനീഷ്യലി 30 ആയിരുന്നു, നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു 60 ആക്കി. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ രണ്ടെണ്ടും ഫിക്സ്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആവറേജ് നോർമൽ തെർമൽ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദ ബാർ. നമ്മൾ തൊട്ട് മുമ്പ് തിയറി ഡിസ്കസ് ചെയ്ത അതേ പ്രോബ്ലം ഇവിടെ ന്യൂമറിക്കൽ വാല്യൂ തന്നെന്നുള്ള ഒറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ ഇനീഷ്യൽ ലെങ്ത് തന്നിട്ടുണ്ട്, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ 10 mm ഇൻറ്റു 10 mm ആണ്, റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണ്. രണ്ടെണ്ടും ഫിക്സ്ഡ് ആണ്, രണ്ടെണ്ടും ഫിക്സ്ഡ് ആയതുകൊണ്ട് ഫിക്സ് ആക്കി വെച്ചിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. സോ ഇറ്റ് കാനോട്ട് മൂവ്. So there will be some stress formation inside the material. ഇതിൻ്റെ ഉള്ളിൽ സ്ട്രെസ് ഫോം ചെയ്യും. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് തെർമൽ സ്ട്രെസ്. അതാണ് കാണേണ്ടത്. സോ ആസ് യൂഷ്വൽ നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്ത മാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു എക്സ്ട്രാ സപ്പോർട്ട് ഇല്ലയെന്ന് അസ്യൂം ചെയ്തു. ആ സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിനെ ഫ്രീ ആയിട്ട് ഇലോങ്ങേറ്റ് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ഇല്ല. സോ ഇറ്റ് ക്യാൻ ഇതിനെ ഫ്രീ ആയിട്ട് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് elongate ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡെൽറ്റ ടി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്രീ എക്സ്പാൻഷൻ. ബിക്കോസ് ഓഫ് ദ ടെമ്പറേച്ചർ ചേഞ്ച്, ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ദ ബോഡി ക്യാൻ ഫ്രീലി എക്സ്പാൻഡ് അപ് ടു ദിസ് മച്ച്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ബട്ട് ഈ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? ഈ സപ്പോർട്ട് ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കും, എന്നിട്ട് ഇതിനെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തിക്കും. ഓക്കെ, നമ്മൾ അങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്. പ്രോബ്ലം ചെയ്യാൻ വേണ്ടി വി ആർ അസ്യൂമിങ് ദാറ്റ് ബിക്കോസ് ദ സപ്പോർട്ട്, ഈ സപ്പോർട്ട് ഒരു പി എന്നുള്ള ഫോഴ്സ് കൊടുത്തിട്ട് തിരിച്ച് ഇവിടെ തന്നെ എത്തിക്കും. സോ ഇത് ഡെൽറ്റ ടി തിരിച്ച് ഡെൽറ്റ പി ഇങ്ങോട്ട് വരും. സോ ദ ടോട്ടൽ ഡിഫോർമേഷൻ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി എന്ന് വരും. കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത മാതിരി തന്നെ. ഇത് പി എൽ ബൈ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ പി എൽ ബൈ എ ഇ ആണ്. ഇത് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ആൽഫ ഡെൽറ്റ ടി എൽ ആണ്. സോ ഫ്രം ദാറ്റ് യു ക്യാൻ കാൽക്കുലേറ്റ് ദി സ്ട്രെസ്. ഓക്കെ, നോക്കാം. സോ ഫസ്റ്റ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പം ഇങ്ങനെ വരും. വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല. സോ രണ്ട് എൻഡിലും സെയിം. ഇപ്പോൾ ഇവിടെ ഉള്ളിൽ വേറെ ഫോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സും റിയാക്ഷനും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷനും സെയിം ആയിരിക്കും. സോ അതിന് ഞാൻ എഫ് എന്ന് പേര് കൊടുത്തു. സിൻസ് ഇറ്റ്സ് ഇപ്പം ഒരു ഫോഴ്സും ഉണ്ട്, നമുക്കൊരു ഇക്വേഷനേ ഉള്ളൂ, എഫ് ഈക്വൽ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം വാല്യൂ, ഈ എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ സോഴ്സും ഒന്നുമില്ല. So since it's a statically indeterminate problem, we will consider the compatibility condition along with equations of equilibrium. So ഇത് ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. സോ അത് മാത്രം പോലെ we have to find out additional equation. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The free body diagram of the bar is shown in figure. Since there is no external load, the force at A is equal but opposite to the force at B. That means sigma Fy is equal to 0 gives Fa minus Fb is equal to 0 or Fi is equal to Fb. or നമുക്ക് സിമ്പിൾ ആയിട്ട് രണ്ടും സെയിം ആയതുകൊണ്ട് ഞാൻ എഫ് എന്നുള്ള പേര് കൊടുത്തു. ഓക്കെ, അപ്പോൾ വേറെ എക്സ്റ്റേണൽ ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എക്സ്റ്റേണൽ ലോഡ് ഉണ്ടെങ്കിൽ ഈ റിയാക്ഷനും സെയിം ആയിരിക്കില്ല, രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ എഫ് എ ഇസ് ഈക്വൽ ടു എഫ് ബി ഇസ് ഈക്വൽ ടു സം എഫ്. See, the problem is a statically indeterminate since the force cannot be determined from this single condition. ഈ ഒരു സിംഗിൾ കണ്ടീഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ പൊസിഷൻ ടെക്നിക്ക് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്തു. ഈ ഡെൽറ്റ ടി ആദ്യം ഡെൽറ്റ ടി മാത്രം കൺസിഡർ ചെയ്തു, ദെൻ ഡെൽറ്റ എഫും കൂടി കൺസിഡർ ചെയ്തു, രണ്ടിൻ്റെയും കൂടി കമ്പൈൻഡ് ഇഫക്റ്റ് എടുത്തു. സോ നമ്മൾ ആസ് യൂഷ്വൽ നമുക്ക് ടോട്ടൽ ഡിഫോർമേഷൻ 0 ആണ്. സോ നമുക്ക് എന്ത് ചെയ്താം? ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എഫ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്താൽ ഇത്രയും എക്സ്പാൻഡ് ചെയ്യും. ബട്ട് ഈ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് സപ്പോർട്ട് ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് അതിനെ തിരിച്ച് ഇവിടെ തന്നെ എത്തിച്ചു. സോ ഡെൽറ്റ എഫ് അല്ലെങ്കിൽ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 0 ഒക്കെ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ആൽഫ ഡെൽറ്റ ടി എൽ ദെൻ എഫ് എൽ ബൈ എ ഇ. ദെൻ വാല്യൂസ് തന്നിട്ടുണ്ട്. ആൽഫേൻ്റെ വാല്യൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ?
ഓക്കെ, നിങ്ങൾ ഇതിൽ മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്. ആക്ച്വലി ആൽഫേൻ്റെ വാല്യൂ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി എടുത്തോളൂ. ഇവിടെ എത്രയാണ് എടുത്തിട്ടുള്ളത് നോക്കാം. ആൽഫ ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 10⁻⁻⁶. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. ഈ ക്വസ്റ്റ്യനിൽ ഇത് വിട്ടുപോയതാണ്. സോ കൺസിഡർ ആൽഫ ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 10⁻⁻⁶ പെർ ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് യങ്സ് മോഡുലസ് ഇതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. യങ്സ് മോഡുലസ് ഈസ് ഒരു പെർട്ടിക്കുലർ വാല്യൂ തന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ വിട്ടുപോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ സ്കിപ്പ് ചെയ്ത് പോയി. നിങ്ങൾ അസ്യൂം ചെയ്താൽ മതി, ഞാൻ വാല്യൂ പറഞ്ഞുതരാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓർ നിങ്ങൾ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല. ഈ കണ്ടീഷൻ എടുക്കുക, ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എഫ് എന്നുള്ള കണ്ടീഷൻ എടുക്കുക. ഇത് ആൽഫ ഡെൽറ്റ ടി എൽ ആണ്, ഇത് പി എൽ ബൈ എ ഇ ആണ് ഡ്യൂ ടു ഫോഴ്സ്. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. ഇതിന്ന് പി കണ്ടുപിടിക്കുക. പിൻ്റെ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കണ്ട, പി കണ്ടുപിടിക്കുക. ദെൻ സ്ട്രെസ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ സിമ്പിൾ കേസ് ആണെങ്കിൽ ഡയറക്റ്റ്ലി ഈ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഇവിടെ ഫൈനലി കിട്ടിയ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഈ ഇക്വേഷൻ ഡയറക്റ്റ്ലി യൂസ് ചെയ്താൽ മതി ഫോർ ദീസ് ടൈപ്പ് ഓഫ് സിമ്പിൾ പ്രോബ്ലം. സോ അത് വെച്ചിട്ട് നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇതിൽ ഒരു 2 പോയിന്റ്, ഒന്ന് ആൽഫ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അത് 12 ഇൻറ്റു 10⁻⁻⁶ ആണ്. അതേപോലെ യങ്സ് മോഡുലസും ഉണ്ടാവും, അതും ഇവിടെ സ്കിപ്പായി പോയതാണ്. സോ ആ 2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7.2 ഇൻറ്റു 10⁻³ ആവും. ഡിവൈഡ് ബൈ ഏരിയ ചെയ്താൽ സ്ട്രെസ് കിട്ടും. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം.